അങ്ങനെ ഉത്സവത്തിനൊക്കെ വന്നു. ഉത്സവത്തിൻ്റെ പിറ്റേ ദിവസമായിട്ട് ഇന്നും അവിടെ എന്തൊക്കെയോ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്തായാലും ഇന്നത്തേക്ക് നിൽക്കുന്നില്ല. എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമുക്ക് കാണാൻ പറ്റിയല്ലോ, അത് തന്നെ ഭയങ്കര സന്തോഷം. അങ്ങനെ ഞങ്ങൾ ഇന്നങ്ങ് വീട്ടിലോട്ട് പോകും കേട്ടോ. നമ്മൾ വന്നിട്ട് വീട്ടിലോട്ട് പോയില്ല, അച്ഛനവിടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് രാവിലെ തന്നെ പോകാമെന്നും പറഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടെ അപ്പി പറഞ്ഞത് ഇന്ന് ഉച്ചയ്ക്ക് എന്തായാലും പോകണ്ട, ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പോയാൽ മതിയെന്ന് കേട്ടോ. അങ്ങനെ എന്നാൽ ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞിരിക്കുകയാണ്. പിന്നെ രാവിലെ തന്നെ ഋതുട്ടൻ ഇന്ന് എഴുന്നേറ്റിരിപ്പുണ്ട്. അങ്ങനെ ഇതാ അപ്പി ഒരു ചായയൊക്കെ ഇട്ടുകൊണ്ട് തന്നു. അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കുകയാണ്. ഇവിടുത്തെ ക്ലീനർ ഋതുട്ടാ, ഋതു അത് ഞാൻ കൊണ്ട് തന്നെ നീ ഇതൊക്കെ ചെയ്യുമോന്ന് എന്നാ പിന്നെ അടുത്ത വട്ടം ഞാൻ വരാമെന്ന്. എനിക്ക് തിന്നാൻ തന്നാൽ ഞാൻ ആരുടെ അടുത്തും വരും. ഋതുട്ടിന് സപ്പോർട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിന് നല്ല മധുരമാണല്ലോ, അതുകൊണ്ടായിരിക്കും ഇഷ്ടം കൂടുതൽ. അവൾക്കിന്നെ കൊടുത്താൽ കഴിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ, നല്ല പഴുത്തതാണെങ്കിൽ. അങ്ങനെ അതിൽ നിന്ന് ഞാൻ ഇത്തിരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചു. ഉപ്പുമാവും പഴവും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഋതുവിനാണെങ്കിൽ രാവിലെ കൊടുക്കാനുള്ള കുറുക്കിന് വേണ്ടുന്ന സാധനം മാത്രമേ ഞാൻ എടുത്തുകൊണ്ട് വന്നുള്ളൂ. പെട്ടെന്നുള്ള വരവായതുകൊണ്ടേ ഇത് നമ്മൾ പൊടിച്ചൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് കുറച്ച് പാട്ടയ്ക്കകത്തെടുത്ത് വാരിയിട്ടിങ്ങി കൊണ്ടുവന്നതാണ്. ഞാൻ ഇങ്ങനെ കുറേശ്ശെ മാത്രമേ പൊടിച്ച് വെക്കാറുള്ളൂ. അങ്ങനെ ഇതാ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ അത് പൊടിച്ചു. അങ്ങനെ കുറുക്കൊക്കെ ആക്കി എടുക്കുന്നുണ്ട്. ഋതുട്ടൻ നല്ല ഹാപ്പിയിലൂടെ കിടന്ന് കളിയും ചിരിയും ഒക്കെ ആയിട്ടോ. ഇവിടെ എന്തായാലും ആൾ സെറ്റ് ആയിട്ടുണ്ട്. നല്ല ചിരിയും കളിയായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറുക്കൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കൊറേ നേരം ആയല്ലോ. ഋതുട്ടിന് കുറുക്ക് കൊടുത്തതിന് ശേഷം എൻ്റെ മേൽ മൊത്തം അഴുക്കാക്കിയിട്ടുണ്ടായിരുന്നു. കുറുക്കെല്ലാം തുപ്പിയും മേലത്തൊക്കെ വാരി തേക്കി എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ കയ്യിലെടുത്ത് അവളെ കൊണ്ട് നടന്ന് കൊടുക്കാറില്ല. ഒരിടത്ത് ഇങ്ങനെ ഇരുത്തിയാണ് കൊടുക്കാറുള്ളത്. അന്നേരം അനങ്ങാതിരുന്ന് കഴിക്കും. പിന്നെ മേലത്തങ്ങനെ അവളുടെ മേലത്താക്കുമെങ്കിലും നമ്മുടെ മേലത്തങ്ങനെ അധികം ആക്കാറൊന്നുമില്ല. പിന്നെ ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോ. പത്രമൊക്കെ വായിച്ച് കാലങ്ങൾ മറന്നില്ലേ? അയ്യോ, 5 വർഷമൊക്കെ കിടന്ന് അറിയത്തില്ലേ? അല്ല, വേദന എടുക്കത്തില്ലേ? അത് വലിയ കത്രികയല്ലേ, അല്ലേ മറ്റേ സർജറിക്ക് യൂസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ കുഞ്ഞനാണെങ്കിൽ നല്ല പത്രവായനയൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ രണ്ടും കൊണ്ടിരുന്ന കാര്യം പറയായിരുന്നു. അപ്പോഴത്തേക്ക് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അമ്മയുടെ അടുത്ത് ഞങ്ങൾ രണ്ടും കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഋതു ആണെങ്കിൽ ഇവിടെ അച്ഛൻ്റെ കയ്യിൽ ഇരുന്ന് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ഉച്ചക്കാലത്തെ ഫുഡായിട്ടുണ്ടായിരുന്നു. ലവിഷ് ഫുഡാണ് കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മോരുകറിയും പിന്നെ ബീഫ് കറിയും എന്തായിരുന്നു കൊഞ്ച് റോസ്റ്റും അങ്ങനെ പപ്പടമോ തോരനോ അങ്ങനെ എന്തെല്ലാം സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലപോലെ ഫുഡ് അടിച്ചു ഇന്ന് ഉച്ചയ്ക്ക്. അങ്ങനെ ഫുഡൊക്കെ അടിച്ചു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് അവിടുത്തെ കൊഞ്ച് റോസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. അതേപോലെ ബീഫ് കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് ഞങ്ങൾ കഴിച്ചതിന് ശേഷം ഋതുവിന് കൊടുക്കാൻ വേണ്ടി ഞാൻ വന്നേ. ഋതുവാണെങ്കിൽ കാലുകൊണ്ടൊക്കെ തട്ടി എറിയാനൊക്കെ നോക്കുകയാണ്. ചില സമയത്ത് ഇങ്ങനെ കേട്ടോ, ഫുഡ് കൊടുക്കുമ്പോൾ ഒന്നീ നമുക്ക് 2 എണ്ണം തരും, അല്ലെങ്കിൽ അവളിങ്ങനെ കാലൊക്കെ കൊണ്ട് ഇങ്ങനെ പാത്രമൊക്കെ തട്ടി എറിയും. നമ്മളത് നോക്കി വേണം നിൽക്കാൻ. പിന്നെ ഇതാ ഇവിടെ പാട്ടിട്ടപ്പോഴത്തേക്ക് തുള്ളലോട് തുടങ്ങി കേട്ടോ. പാട്ട് കണ്ടിട്ട് ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ അവൾക്ക് ഇങ്ങനെ തുള്ളിക്കൊണ്ടേയിരിക്കും. ആദ്യം തൊട്ടേ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിപ്പിക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ വെച്ചിട്ടാണോ എന്ന് അറിയത്തില്ല. പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് അവൾ തുള്ളാൻ തുടങ്ങും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഉറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പുരികമൊക്കെ എഴുതി കൊടുത്തു. ഞങ്ങളിപ്പം പോകും കേട്ടോ. ഉച്ച കഴിയുമ്പോൾ ഫുഡ് കഴിച്ചിട്ടങ്ങ് പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞെന്ന് പറഞ്ഞാലും വൈകുന്നേരം ആയപ്പോഴാണ് ഞങ്ങൾ പിന്നെ ഒരുങ്ങാനൊക്കെ തുടങ്ങിയത്. അങ്ങനെ പെട്ടെന്ന് ഞാനൊന്ന് ഒരുങ്ങി. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. പോകുന്നതിന് മുന്നേ അപ്പച്ചിയുടെ വീട്ടിലോട്ട് കയറണം, അതായത് വല്യപ്പച്ചിയുടെ വീട്ടിലോട്ട് കയറണം കേട്ടോ. അവിടെ കയറി വല്യമ്മച്ചീനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം പോകാൻ. ഇവിടുന്ന് കുറച്ച് അപ്പുറത്തോട്ട് മാറിയിട്ടാണ്. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ പിന്നെ അവിടെ നിന്നൊക്കെ 1-2 ഫോട്ടോസൊക്കെ എടുത്ത്. ഇവിടെ ഒരാളാണെങ്കിൽ ഒരുങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്ത് മറച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വീഡിയോസ് എടുത്തപ്പോൾ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ടൊക്കെ 1-2 ഫോട്ടോസ് ഋതുവിൻ്റെയും ഇമ്മേൻ്റെയും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും ഉമ്മ ഉടുപ്പ് ടാറ്റ ഉടുപ്പ് ഹായ് പറച്ചിലൊക്കെയാണ് മെയിനായിട്ട്. ഞാൻ എത്ര വേണേലും തരാം. അമ്മ പോയി പാത്ത് തന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ വരുന്ന വഴിക്ക് നമുക്കൊരു കടയിലൊക്കെ കയറണമായിരുന്നു.
എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഫ്രൂട്ട്സോ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഋതുവാണെങ്കിൽ വണ്ടിയിലിരുന്നിട്ട് എൻ്റെ ഈ ഫോൺ എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് അവൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോസ് എടുക്കുമ്പോൾ കുറച്ച് നേരം അനങ്ങാതിരിക്കും കേട്ടോ. അല്ലാത്ത സമയം അവൾക്ക് ഫോൺ കണ്ടാൽ അപ്പോഴില്ല അറ്റാക്ക് ചെയ്യുന്നുമില്ല, ചാടി പിടിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വല്യമ്മച്ചിയുടെ അടുത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്ന് അങ്ങോട്ട് ഇരിക്കുന്ന വരെ അവൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അങ്ങോട്ട് കരച്ചിലങ്ങോട്ട് ആരംഭിച്ചു കേട്ടോ. പിന്നെ നിർത്താതെ കരച്ചിൽ കണ്ണീര് വന്ന്. ഞാൻ പിന്നെ വീഡിയോ ഓണാക്കി ഉമ്മയൊക്കെ കൊടുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കരച്ചിൽ അവിടെ ആരുടെ കയ്യിലും പോയില്ല. ആദ്യമായിട്ടാട്ടോ അവൾ ഇങ്ങനെ, ഇതുവരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും കയ്യിലൊക്കെ അങ്ങനെ പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ഇങ്ങനെ നിർത്താതെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകാതിരിക്കുന്ന ആദ്യമായിട്ടാണ്. ആരെങ്കിലും കാണുമ്പം തന്നെ വല്യമ്മച്ചി കണ്ടാലോ അപ്പച്ചി കണ്ടാലോ, അപ്പച്ചിയപ്പനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആരെ കണ്ടാലും അങ്ങോട്ട് നോക്കും ഇരുന്ന് കരയും. അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ വെളിയിലൊക്കെ അവളെ കൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ കരച്ചിൽ കാരണം. പിന്നെ ലാസ്റ്റ് വല്യമ്മച്ചിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുപ്പിക്കുന്നുണ്ട്. അന്നേരം ആൾ അടുത്തോട്ട് പോകും, ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വന്നതിൻ്റെ അത്രയും കരച്ചിലില്ല കേട്ടോ. വന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു, നിർത്താതെ കരയായിരുന്നു. ഇത് പിന്നെയും വലിയ കുഴപ്പമില്ലാതെയൊക്കെ ചിണുങ്ങിക്കൊണ്ടായാലും ഇരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ വല്യമ്മച്ചടുത്തൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞു, അപ്പേട്ടത്തിൻ്റെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മൂന്നാംകുറ്റിയിലോട്ട്, അത് നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കായംകുളത്ത് എവിടെയാണ് നമ്മൾ താമസിക്കുന്നത് മൂന്നാംകുറ്റിയിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ മൂന്നാംകുറ്റി വന്നിട്ട് നേരെ കാട്ടൂർ കയറിയിട്ടുണ്ടായിരുന്നേ സൂപ്പർ മാർക്കറ്റിൽ. അവിടെ കയറിയിട്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഋതുവിന് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. ഞാൻ അവിടെ നിന്ന് ഒന്നും എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആകെ ആ കായ് ഉണക്കിയത് മാത്രമേ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാന്ന് കരുതി കേട്ടോ. അങ്ങനെ ഇവിടുന്ന് എന്തിനാണ് ഇതുപോലെ കരയുന്നിങ്ങനെ ഇടുന്ന്? അവിടെ കരഞ്ഞതിൻ്റെ ബാക്കി ഇവിടെ വന്നിട്ട് കേട്ടോ ലാസ്റ്റ് കരയാൻ തുടങ്ങി. പിന്നെ നിർത്തുന്നേ ഉണ്ടായിരുന്നില്ല, എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു 12:30 1 മണി അങ്ങോട്ട് ആവാറായപ്പോഴേ ഞാൻ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ആളൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അവസാനം ഋതുട്ടൻ ഉറങ്ങി. എന്തുവായിരുന്നു